ശരി, ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിനിടയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പുറത്തു വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും യുദ്ധം. ഇത് ഇന്ത്യ പറയുന്നതല്ല. പാകിസ്ഥാനിലെ സൈനിക മേധാവി, അതായത് ഇന്ത്യക്കെതിരെ വിജയം കൊയ്തതിന്റെ പേരിൽ ഫീൽഡ് മാർഷലാക്കിയ സൈനിക മേധാവിയായ അസീം മുനീർ പറയുകയാണ്, ഇന്ത്യയുടെ നിയന്ത്രണം ഇനി പാകിസ്ഥാന്റെ കയ്യിലാണ്. സത്യത്തിൽ ഇത്തരം വലിയ പ്രകോപനം അസീം മുനീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഇന്ത്യ അത് കയ്യും കെട്ടി കേട്ടോണ്ട് വെറുതെ ഇരിക്കുമോ? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അസീം മുനീർ ഒരു 4-5 ദിവസം സന്ദർശനത്തിനായിട്ട് അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചിട്ട് അവിടുത്തെ സൈനിക പരിപാടിയിൽ പ്രത്യേക അതിഥിയായി എത്തി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്ക അത് നിഷേധിച്ചു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു വിരുന്ന് നൽകാനായിട്ട് അസീം മുനീറിനെ വിളിക്കുകയും വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു പ്രത്യേക മുറിയിൽ, അടച്ചിട്ട മുറിയിലിരുന്ന് ലഞ്ച് അല്ലെങ്കിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് അവർ തമ്മിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷമായിരിക്കും ഈ അസീം മുനീർ കൂടുതൽ ധൈര്യം വന്നത്. അസീം മുനീർ ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാനിലെ സൈന്യം മുഴുവൻ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലെ ജനത ഒരു നിർദ്ദേശം കിട്ടിയാൽ ഉടനെ ഇന്ത്യയെ കയറി ആക്രമിക്കും. ഇനി ഇന്ത്യയുടെ നിലപാടുകൾ, ഇന്ത്യയുടെ നടപടികളെല്ലാം നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലേക്കും നിയന്ത്രണം വരുന്ന ഒരു കാലം വിദൂരമല്ല. ഏതാണ്ട് 1979 പോലെയുള്ള ഒരു സുവർണ്ണ കാലഘട്ടം വരുന്നു. എന്താണ് അസീം മുനീർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അസീം മുനീർ എന്ന് പറയുന്നത് മതത്തെ കൂട്ടുപിടിച്ച് ഈ ഖുറാനെ കയ്യിലെടുത്ത് അതിലെ സൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് സൈനികരോട് സംസാരിക്കുന്ന തീവ്ര, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കടുത്ത മതവിശ്വാസിയായ ഒരു സൈനിക മേധാവിയാണ്. മുമ്പ് ഒരിക്കലും ഇത്തരത്തിലൊരു ആൾ സൈനിക മേധാവിയായിട്ട് വന്നിട്ടില്ല. ഇതേ സൈനിക മേധാവിയായ അസീം മുനീർ ഇപ്പോൾ പറയുന്നു, പാകിസ്ഥാനിൽ മോസ്കുകൾക്ക് സമീപത്തായിട്ട് സിനിമാശാലകൾ വരുന്ന ഒരു കാലവും വിദൂരമല്ല. അപ്പോൾ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകുന്ന ഒരു ധൈര്യമായിരിക്കാം അസീം മുനീറിന് എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപും ഇയാളും തമ്മിൽ മീറ്റിംഗ് ഉണ്ടായതിനു ശേഷം പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അസീം മുനീറിനെ ഞാൻ പ്രശംസിക്കുന്നു. അപ്പോൾ അസീം മുനീറാണോ ഇതിൽ പങ്കുവഹിച്ചത്? അന്ന് നമ്മൾ കേട്ടത് അസീം മുനീർ ബങ്കറുകളിലേക്ക് പോയി ഒളിച്ചു എന്നതടക്കമുള്ള വാർത്തകളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു സംഭാഷണമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച ഒരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായപ്പോൾ ഇരു രാജ്യങ്ങളുടെയും ട്രേഡുമായി ബന്ധപ്പെട്ട് അമേരിക്ക കർശന നിലപാടെടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം നിർത്തിയത്. അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ പലതവണ ഇന്ത്യ മറുപടി നൽകിയതാണ്. ഇതാദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് നേരിട്ട് നമ്മൾ നിലപാട് പറയുകയാണ്. അതായത് ഒരു രാജ്യവും ഈ സംഘർഷം ലഘൂകരിക്കാൻ ഞങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇടപെട്ടിട്ടില്ല. ഇനി ഒരു രാജ്യത്തിനും അതിൻ്റെ ക്രെഡിറ്റ് നൽകാൻ ഞങ്ങൾ തയ്യാറുമല്ല. അപ്പം വിക്രം മിശ്ര എന്ന് പറയുന്ന നമ്മുടെ സെക്രട്ടറി തന്നെ, രാജ്യത്തിൻ്റെ സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് ഈ അസീം മുനീറിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്? ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കും, ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു, അമേരിക്ക അതിലേക്ക് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം നിൽക്കുന്നു. ഒപ്പം തന്നെ വീണ്ടും ഇന്ത്യയിൽ ഒരു സംഘർഷം ഉണ്ടായിക്കോട്ടെ, ഇതിന് അമേരിക്കയ്ക്ക് ഒരു കാരണം കൂടിയുണ്ട്. കാരണം അവരുടെ എയർബേസുകൾ തകർത്ത കൂട്ടത്തിൽ അമേരിക്കയുടെ വിമാനങ്ങളും വെടിക്കോപ്പുകളും എല്ലാം തന്നെ നമ്മൾ തകർത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് വീണ്ടും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിന് അരങ്ങൊരുക്കുകയാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ അസീം മുനീറിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അമേരിക്കൻ പിന്തുണയോടുകൂടി, അമേരിക്ക നൽകുന്ന സഹായത്തോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യയെ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുകയാണെന്ന് അങ്ങനെയെങ്കിൽ പറയേണ്ടി വരും. അമേരിക്കയും ഇനി നമ്മുടെ ശത്രുവും. കാരണം അമേരിക്കയിൽ ചെന്നിരുന്നിട്ടാണ് അസീം മുനീർ പറയുന്നത്, ഞങ്ങൾ ഇനി മുതൽ ഞങ്ങളുടെ സൈനികരും ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവും ഒന്നായി പ്രവർത്തിക്കാൻ പോവുകയാണ്. അതെന്തിനാണ്? ഇന്ത്യ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ നിയന്ത്രണത്തിലാക്കണമെങ്കിൽ ഞങ്ങളുടെ സൈനികവും നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒന്നു ചേർന്നാൽ മാത്രമേ ഇന്ത്യയെ തകർക്കാൻ കഴിയൂ. ഇന്ത്യ ഞങ്ങളുടെ കൈപ്പിടിയിലാണ്. ഇന്ത്യയിൽ ഇനി എന്ത് നടക്കണം, ഇന്ത്യ ഇനി എപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പാകിസ്ഥാനാണ്. ആ കാലം വിദൂരമല്ല. ഇന്ത്യയുടെ നിയന്ത്രണം മുഴുവൻ പാകിസ്ഥാന്റെ കൈകളിലാകും എന്ന് അസീം മുനീർ പറയുമ്പോൾ ഇതിലപ്പുറം ഒരു വലിയ പ്രകോപനം നടത്താൻ ഇനിയില്ല. ഇത് ഇന്ത്യയിലെ ചോരത്തിളപ്പുള്ള നമ്മൾ പറയല്ലേ, ഈ ചോരത്തിളപ്പുള്ള പിള്ളേർ കേട്ടാൽ കയറി അവനെയൊക്കെ അടിച്ചൊതുക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യൻ സൈന്യത്തിന്. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ടാൽ എടുത്തു ചാടി യുദ്ധത്തിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവരല്ല. പക്ഷെ ഇത്തരം ഇപ്പൊ മാധ്യമപ്രവർത്തകരായ നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ
ചോര തിളക്കുകയാണ്. പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവി പറയുകയാണ് ഇന്ത്യയുടെ നിയന്ത്രണം ഇനി അയാൾ ഏറ്റെടുക്കുകയാണ്. പിന്നെ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അയാൾക്ക് തലയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയെ പിന്നെ പരാജയപ്പെടുത്താമെന്നാണ് കരുതിയത്. പക്ഷേ ഈ പാകിസ്ഥാൻ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ എന്നുള്ളത് അത് സ്വാഭാവികമായും നയതന്ത്ര പ്രകടനമൊക്കെ കൊടുത്തതിന് ശേഷം സ്വാഭാവികമായും ഇവരുടെ കിളിയൊക്കെ പോയി കിടക്കുകയാണ്. അതുകൊണ്ട് എപ്പോ എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ പറഞ്ഞ സ്ഥലമാണ് പ്രധാനം. അമേരിക്കയിൽ പോയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം അസീം മുനീർ പറയുന്നത് എന്ന് പറയുമ്പോൾ ട്രംപിന്റെ കൂടി പിൻബലത്തോടു കൂടി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ട് രംഗത്ത് വരണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്തോ ഒരു പിന്തുണ നൽകി. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞത് ഇനി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ അവരുടെ സൈനികപരമായ സാമ്പത്തികപരമായ ശക്തി പൂർണ്ണമായിട്ടും ക്ഷയിച്ചു പോകും. പിന്നീട് ഈ രാജ്യം ഒന്ന് കരകയറി വരാൻ വർഷങ്ങൾ വേണ്ടിവരും. ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഈ വേൾഡ് ബാങ്ക് അമേരിക്കയുടെ ഒരു പിന്തുണയോടുകൂടി പാകിസ്ഥാന് വലിയൊരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നു. IMFും വലിയ പണം കടമായി കൊടുക്കാം, വായ്പ നൽകാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തിനാണ് ഈ പണം നൽകുന്നത്? അപ്പം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ചില എയർബേസുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി. ശരിക്കും പറഞ്ഞാൽ 9 എയർബേസുകൾ പാകിസ്ഥാൻ്റെ തകർത്തു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിൽ ഒരു എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ അമേരിക്കയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാൽ അമേരിക്കയിലെ സൈനികരുടെ അനുവാദം കൂടാതെ പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ ആക്രമണം നടത്തുകയും അവരുടെ വിമാനങ്ങളും അവരുടെ യുദ്ധക്കോപ്പുകളും എല്ലാം തകർക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു വിരോധം ട്രംപിനുണ്ട്. അതുകൊണ്ടായിരിക്കാം അസീം മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ള പറയുന്നത്. ഈ അസീം മുനീർ ഇവിടെ വന്നേച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ സൈന്യം അക്ഷമരായി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ പേടിച്ച് എവിടെ ഒളിച്ചിരിക്കുന്നു, ഒരു ഓർഡർ ഇട്ടാൽ ഉടനെ പാകിസ്ഥാൻ കയറി ആക്രമിക്കുമെന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള യുദ്ധ കോപ്പുകൾ ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് സഹായം നൽകിയ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ വെറും പാഴ്വസ്തുക്കളാണെന്ന് നമ്മൾ തെളിയിക്കുകയും ചെയ്തു. എന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനമായിട്ട് രംഗത്ത് വരുന്നത് എന്താ? അപ്പോൾ എപ്പോഴും ഇന്ത്യയുമായി സംഘർഷം ഉണ്ടാകണം, ഇന്ത്യയുമായി പ്രശ്നം ഉണ്ടാകണം. ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ വളർച്ചയാണ്. കാരണം അമേരിക്ക നോക്കുമ്പോൾ ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളിൽ 4ാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചു വരുന്നു. ഇത് ഏഷ്യയിലെ ഒരു വൻ ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാകും. മാത്രമല്ല ഇന്ത്യ ഇത്രയും കാലം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ ആയുധങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ നമ്മളിപ്പോൾ തദ്ദേശീയമായി ധാരാളം ആയുധങ്ങൾ നിർമ്മിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാന് പോലും അമേരിക്കൻ ആയുധങ്ങൾ സംശയമുണ്ടാകുന്നു. ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അയൺ ഡോം പോലും പലയിടത്തും പരാജയപ്പെടുന്നു. മൊത്തത്തിൽ അമേരിക്ക ഒന്ന് പരുങ്ങുന്ന അവസ്ഥയായപ്പോൾ വീണ്ടും പാകിസ്ഥാനെ ചൂടുകയറ്റി ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നു. അതാണ് അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി, ഖുറാനെ കയ്യിലെടുത്ത് നടക്കുന്ന സൈനിക മേധാവി പറയുന്നു, മോസ്കിനൊപ്പം സിനിമാ തിയേറ്ററുകളും ഞങ്ങൾ നടത്തും, 1979 പോലെ ഇന്ത്യയെ ഞങ്ങൾ നിയന്ത്രിക്കും എന്നാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രിച്ചത് അതുപോലും നമുക്കറിയില്ല. അപ്പോൾ പാകിസ്ഥാൻകാരായ ഒരു കൂട്ടം ആളുകൾ വിക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അവിടെ വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നേടിയ വിജയത്തിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു പറയുന്നു, ചർച്ച ചെയ്യുന്നു. എപ്പോഴാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ വിജയം നേടിയത്? അതെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യയുടെ നിയന്ത്രണം ഇനി പാകിസ്ഥാന്റെ കയ്യിലാണെന്ന്. അതിന് നീയൊക്കെ ഇനിയും ഒരു 10, 20, 30, 50 ജന്മം കൂടുതൽ ജനിക്കണം, എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. പക്ഷേ അസീം മുനീർ എന്തായാലും ഇന്ത്യയെ പ്രകോപിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കും, നീ പറയണാന്നുള്ളത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പ്രകോപനത്തിലൊന്നും എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ഒരു അത് ഇന്ത്യക്കില്ല എന്നുള്ളതാണ്. പറയുന്നത് ആരാണെന്ന് നോക്കും, ആ പറയുന്നവന് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ നോക്കും, അതനുസരിച്ചിട്ടേ തിരിച്ചെന്തെങ്കിലും പറയാൻ പോലും ഇന്ത്യ മുതിരും. ഇവിടെ എനിക്ക് തോന്നുന്നു അസീം മുനീറിനെക്കാളും ഇന്ത്യ പണിയാൻ പോകുന്നത് അമേരിക്കയ്ക്കായിരിക്കും എന്നുള്ളതാണ് ഇതിൽ വരാൻ പോകുന്ന സത്യം. അതായിരിക്കും.